ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ബനാന പാൻ കേക്കിൻ്റെ റെസിപ്പിയിട്ട് വന്നു കേട്ടോ. മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായാലും അതുപോലെ സ്നാക്സിനൊക്കെ കൊടുക്കാനായാലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതിനേക്ക് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തു കേട്ടോ, വലിയ നേന്ത്രപ്പഴം എടുത്തത്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3/4 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് മൈദ, 3/4 കപ്പ് പോലെ മൈദ വേണം കേട്ടോ. പിന്നെ കുറച്ചൊരു പിച്ച് ബേക്കിംഗ് സോഡ, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇച്ചിരി മതി കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം 1-2 പിച്ചിട്ടാൽ മതി. പിന്നെ 3 സ്പൂണ് പഞ്ചസാര ഇട്ടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് കുറച്ചും കൂടെ വേണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിക്കുന്നുണ്ട്. അതിൽ ഏലക്കപ്പൊടി ഇല്ലേ, ഏലക്കപ്പൊടി ഇട്ട് കുഴപ്പമില്ല. പിന്നെ ഒരു മുട്ട ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായാലും കുഴപ്പമില്ല കേട്ടോ, ആയാലും ഒരു ഏലക്ക മതി. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ആ പഴമൊക്കെ നന്നായിട്ട് അടിഞ്ഞ് വരണം. നന്നായിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിരുന്നു മാവ്, ഇച്ചിരി ലൂസ് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇത്ര ഒരു തിക്നെസ് വേണം കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റയ്ക്ക് വലുതായിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ ചെറിയ അങ്ങനെ കുഞ്ഞ് ദോശ പോലെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. കുഞ്ഞു ദോശയാക്കൂല്ലേ, അപ്പം അതേപോലെ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും തൂക്കി കൊടുക്കുക. അതിലേക്ക് ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുകയെന്നല്ല കേട്ടോ. അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും. ചെറിയ തീയിലാക്കി വെക്കണം കേട്ടോ, എല്ലാം പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് മുകളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നൊന്ന് ചെയ്തിട്ട് കാണാം. താങ്ക് യു.